അറ്റ്ലീസ്റ്റ് കുറച്ചൊരു സ്റ്റാൻഡേർഡുള്ള ചോദ്യം ചേട്ടൻ ഇത് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഇതുപോലൊരു ചോദ്യം എനിക്ക് നിന്നോട് ചോദിച്ചു. കാസ്റ്റിംഗ് കൗച്ച് വളരെ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവം, അതൊന്നും ഇല്ലാന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, ഈ ചൂഷണം ഉണ്ട്. ഓ ഭയങ്കര ചോദ്യം കേട്ടോ. എന്താ തോന്നണ്ടേ? ചേട്ടാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണെന്ന് അറിയാമോ? എനിക്കറിയണ്ട, അതിൻ്റെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും. നമ്മളൊക്കെ ഒരു ഗ്രൂപ്പാണ്. ആര്? ഞാനും. ഇതെന്താ സംഭവം പറ്റുമെന്ന് അറിയാമോ? നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ, എന്നോട് പ്രത്യേകിച്ച് ചോദിക്കുമ്പോൾ ഇല്ലേ നിനക്കാണുള്ള എല്ലാ തരം കിട്ടുക. എങ്ങനെയെങ്കിലും ഫേമസ് ആകണമെന്നാണോ? ഇങ്ങനെ ചോദിച്ചതിന് നിന്നെ ഞാൻ കായികമായി നേരിടണം. എന്നെ ഇല്ലാത്ത എന്നെ പിടിച്ചിട്ട് ഇതുപോലത്തേക്ക് വിളിക്ക്. അങ്ങനെയല്ലോ. നമ്മള് പ്രതീക്ഷിക്കാത്ത ആളുകളാണ് ഇപ്പൊ അലിഗേഷൻ വന്നോണ്ടിരിക്കുന്നത്. അപ്പം നാളെ ഒരാൾ ധ്യാൻ ചേട്ടന്റെ പേര് പറഞ്ഞൂടാ എന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഇപ്പോഴേ ഒരു പ്രിക്കോഷൻ എടുത്ത് വെക്കണ്ടേ? എന്ത് ചെയ്യണം? നിന്റെ ചാല ഞാൻ പൊട്ടിക്കും. പ്രശ്നത്തിന് ശേഷം ഈ ഒരു ഹേമ കമ്മിറ്റി പരിപാടിയുടെ ശേഷം വീണ്ടും ഒരു സിനിമ ഒന്ന് ഓണക്കാലത്ത് സിനിമ ഓടേണ്ടതും വളരെ വളരെ അത്യാവശ്യം. പ്രതിസന്ധി നിൽക്കുമ്പോൾ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നിവിൻ പോളി എന്ന് പറയുന്നൊരു നടനെ ഇവിടെ എല്ലാ സുഹൃത്താണ് ഇങ്ങനൊരു വ്യാജ ആരോപണത്തിൽ കൊടുക്കുന്നു. അദ്ദേഹം മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് വ്യക്തമാകുന്നു താൻ നിരപരാധിയാണ്. താങ്കളുടെ ചേട്ടനാണ് ആദ്യം തന്നെ സിനിമാ മേഖലയിൽ പിന്തുണച്ച ഒരാൾ. ഇപ്പോൾ അത് ഏകദേശം പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്നു ഇതൊരു ഫേക്ക് സംവിധാനമാണെന്ന്. എന്താണ് ധ്യാൻ ചേട്ടൻ ആ ഒരു വിഷയം? എന്താ ഫേക്കാന്നത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ തിരിച്ച് അവർക്കെതിരെ ഇവൻ കേസ് കൊടുത്തോ? ഇല്ല. എന്തോ കേസ് കൊടുത്തോ? ഇല്ല. അല്ല, അങ്ങനെ ഫേക്ക് അലിഗേഷൻ വരുന്ന ആൾക്കാർക്കെതിരെ നടപടി എടുക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ആ സമയത്ത് അനുഭവിച്ചൊരു മാനസിക സമ്മർദ്ദം, അല്ലെങ്കിൽ കുടുംബത്തിൽ, അല്ലെങ്കിൽ ഒരു നിമിഷം ആൾക്കാരൊക്കെ ആ വാർത്ത വരുന്ന സമയത്ത് നമ്മളും വളരെ ഞെട്ടലോടുകൂടിയാണ്. നമുക്കറിയാം പുള്ളി ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല, സംഭവിക്കില്ല എന്നൊക്കെ. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ വെറുതെ ഒരു സ്ത്രീ ഇത് പറയുമോ? എന്താണ് സംഭവം? അതിൻ്റെ പുറത്തുള്ളൊരു സംഭവം നമുക്കൊരു പിടിയില്ല. അപ്പോൾ ഒരു സെക്കൻഡ് നമ്മൾ ഇത് എവിടെ നിന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെടുന്നത്, ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നമുക്കൊരു അറിയാത്തൊരവസ്ഥയുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള ആൾക്കാരെ പലരും മീഡിയയുടെ മുന്നിൽ അഡ്രസ്സ് ചെയ്യാനൊന്നും വന്നില്ല. പക്ഷെ നിവിൻ ചേട്ടൻ അത് കംപ്ലീറ്റ്ലി മീഡിയയുടെ മുന്നിൽ വന്ന് അത് അഡ്രസ്സ് ചെയ്ത് അത് ഫേക്കാണെന്ന് അത് തെളിയിച്ചു എന്ന് തന്നെ പറയാം. കാരണം പുള്ളി അവരെ അറിയില്ല എന്ന് മാത്രമല്ല, അതിനെ ബന്ധപ്പെട്ട് അവർ പറഞ്ഞ ഡേറ്റ് 14-15 തീയതി ഞങ്ങൾക്കന്ന് ഷൂട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തീയതി പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ എല്ലാം വാസ്തവവിരുദ്ധമല്ലേ. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകൾ പ്രധാനമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും ഇതിൻ്റെ പുറത്തൊരു സെറ്റിൽമെൻറ്റ് നടക്കും. എന്നുവെച്ചാൽ കാരണം ഇങ്ങനെ അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ, കേസായി കഴിഞ്ഞാൽ ഇത് പുറത്ത് സെറ്റിൽമെൻറ്റ് നടക്കുകയും അപ്പോൾ അതിലൂടെ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു സാമ്പത്തികം ഉണ്ടാക്കാന്നുള്ളൊരു ചിന്തയായിരിക്കും ഇവരെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിക്കുന്നുണ്ടോ? മുകേഷ് ചേട്ടനെതിരെ ഉയർന്ന ആരോപണത്തിലും ഇതുപോലെ തന്നെ പൈസ ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് പറയുന്നു. ഇന്നും ആ ലേഡി പറയുന്നു അത് സൗഹൃദം കൊണ്ട് മകന് ജോലിക്ക് അവസരം കിട്ടുമെന്നൊക്കെ കൊണ്ട് പറയാതിരുന്നതാണ്. പക്ഷെ മുകേഷ് ചേട്ടൻ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് ഇവരയച്ച മെസ്സേജും ബ്ലാക്ക് മെയിലിങ്ങും എല്ലാം. അപ്പോൾ ഇതൊരു വലിയൊരു അലിഗേഷൻ അല്ലേ ഈ നടത്തുന്നത്? അതാ പറഞ്ഞത്. ഇപ്പം നിവിൻ്റെ കേസിൽ ഇവർ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്കതിലൊരു എല്ലാവർക്കും തോന്നി ഇതൊരു ഫേക്ക് എലിഗേഷനാണെന്നത്. പക്ഷേ ബാക്കിയുള്ള കേസിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത് കംപ്ലീറ്റ്ലി ഫേക്കാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് നമുക്ക് അറിയാത്തിടത്തോളം മറ്റേത് ഇവരുടെ ഭാഗത്തു നിന്ന് തന്നെ പാളി. പക്ഷെ പാളാതെ കറക്റ്റായിട്ട് വന്നിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഇത് എങ്ങനെ തെളിയിക്കും ഇത് ഫേക്കാണ് അല്ലയോ എന്നുള്ളതൊന്നും കൃത്യമായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഫേക്കാണോ അല്ലയോ എന്നുള്ളത് നമ്മളെങ്ങനെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി അവർ പറയുന്നത് വിശ്വസിക്കുക, അവർ പറയുന്നത് ട്രസ്റ്റ് ചെയ്യുക. കാരണം ഒരു പെൺകുട്ടി വന്നിട്ട് അവർക്കെതിരെ ഇങ്ങനൊരു സംഭവം സംഭവിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളും നമ്മളും ഉൾപ്പെടെ നമുക്കൊക്കെ വിശ്വസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം വേറെ ഒന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കെതിരെയൊക്കെ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ തെളിവ് വേണം. തെളിവുണ്ടെങ്കിൽ മാത്രമേ ഇത് കോടതിയിൽ പോയത് തെളിവുള്ളൂ. തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ നടപടി ഉണ്ടാവുള്ളൂ. അപ്പം തെളിയിക്കാനുള്ള എന്താ പറയണ്ടത്, അതിന് തെളിവെടുപ്പ് നടന്നു, പരിപാടി നടക്കുന്നു. അത് തെളിവുണ്ടാവട്ടെ, തെളിവുണ്ടായാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇതെന്നും എലിഗേഷൻ മാത്രമായിട്ട് നിലനിൽക്കും, വേറെ അതൊരു കാര്യമില്ല. നിവിൻ്റെ കേസിൽ കംപ്ലീറ്റ്ലി ഇത് ഫേക്കാണെന്നുള്ളത് അവരുടെ സംസാരത്തിലും അല്ലെങ്കിൽ ബാക്കി എല്ലാം പരസ്പരം വിരുദ്ധമായിരുന്നു എല്ലാം. പിന്നെ ചേട്ടാ, നിവിൻ ചേട്ടനെതിരെ വന്ന സമയത്ത് നിവിൻ ചേട്ടൻ നേരിട്ടതുപോലെ ആയിരിക്കുമോ ചേട്ടന് വരുന്നാല് ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ട് പോവോ കായികപരമായിട്ട് പോവോ എന്നാണ് ചോദിച്ചത്. നിയമപരമായിട്ട് കായികപരമായിട്ട് ഇവരെയൊക്കെ കൊണ്ട് ഞാൻ പോയി തല്ലിപ്പിക്കണോ?
അവൻ അറ്റ്ലീസ്റ്റ് കുറച്ചൊരു സ്റ്റാൻഡേർഡുള്ള ചോദ്യം അല്ല, ചോദിച്ചു. നേരിട്ട് ചേട്ടൻ ഇത് സംഭവിക്കുകയാണെങ്കിൽ അതാ ഞാൻ ചോദിക്കുന്നത്, ഇതുപോലൊരു ചോദ്യം എനിക്ക് നിന്നോട് ചോദിച്ചു, നീയാണ് സിനിമയിൽ വരികയാണെങ്കിൽ നിനക്ക് ഇതുപോലൊരു ദുരനുഭവം വരുവാണെന്നൊക്കെ എനിക്ക് ചോദിച്ചോളൂ. നീ എന്തിനാ എന്നെ വെറുതെ വലിച്ചെടുക്കുന്നത്? എനിക്ക് വന്നാൽ ഞാൻ ആദ്യം പോയി അടി കൊടുക്കും, എന്നിട്ട് ഞാൻ പോയി കേസ് കൊടുക്കും. ആണോ? ഞാനും അതാണ് ഞാൻ ചോദിച്ചത്. അതെ, നമ്മൾ ആദ്യം കൈകാര്യമായി നേരിടേണ്ട. അപ്പോ ആണോ? എന്റെ അഭിപ്രായം അതാണ്. എന്റെ അഭിപ്രായം എങ്ങനെയാണ്? ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ചേട്ടാ, ഇപ്പം വിനീതേട്ടനായിരുന്നു കൂട്ടുകാരന് വേണ്ടിട്ട് വന്നത്. ഞാൻ ചേട്ടന് എത്രമാത്രം വിശ്വാസമുണ്ട് വിനീതേട്ട ഇതുപോലെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യും? അതിന് നമ്മൾ ഇത് സംഭവം. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോഹൻലാലായിട്ട് എഴുന്നേൽക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിക്കുന്ന പോലെയുള്ള എന്ത് ചോദ്യമൊക്കെ അങ്ങനെയല്ലല്ലോ. നമ്മള് പ്രതീക്ഷിക്കാത്ത ആളുകളാണ് ഇപ്പൊ അലിഗേഷനിൽ വന്നോണ്ടിരിക്കുന്നത്. അപ്പം നാളെ ഒരാൾ ധ്യാൻ ചേട്ടന്റെ പേര് പറഞ്ഞൂടാ എന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഇപ്പോഴേ ഒരു പ്രിക്കോഷൻ എടുത്ത് വെക്കണ്ടേ? എന്ത് ചെയ്യണം? നിന്റെ ചാലയാ മുടിക്കും. ഇതെന്താ സംഭവം പറ്റുമെന്ന് അറിയാമോ? നീ ഇങ്ങനെ ചോദിക്കുമ്പോ എന്നോട് പ്രത്യേകിച്ച് ചോദിക്കുമ്പോ ഇല്ലേ നിനക്കാണുള്ള എല്ലാ തരം കിട്ടുക. എങ്ങനെയെങ്കിലും ഫേമസ് ആകണമെന്നാണോ? അവൻ അറ്റ്ലീസ്റ്റ് വളരെ ബുദ്ധിപരമായിട്ട് അവൻ പല ചേട്ടന്റെ ബുദ്ധി ഇനി വളരെ സമ്മതിക്കരുത്. നമ്മൾ ചോദിച്ചോണ്ടിരിക്കണം. ചേട്ടാ കുറെ നേരം നമ്മളെ കാലല്ലേ. ഓ, അവൻ ഇടക്കിടക്ക് വന്ന് കാണാറുണ്ട്. അവൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നല്ലേ? കൊച്ചിയിലുണ്ടല്ലേ? ഇത് പൂട്ടേണ്ടി വരും. തിരിച്ചു വെച്ചു. ഇങ്ങനെ ചോദിച്ചതിന് നിന്നെ ഞാൻ കായികമായി നേരിടണോ? എന്നെ ഇല്ലാത്ത എന്നെ പിടിച്ചിട്ട് ഇതിലോട്ടേക്ക് വിളിച്ചു. അങ്ങനെ ഇല്ലാത്ത കാര്യം എങ്ങനെ വരിക? ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ വന്നോണ്ടിരിക്കുന്നത്. അപ്പൊ വന്നാലും നമ്മൾ എങ്ങനെ അത് നേരിടും? അത് വരുമ്പോ ആലോചിച്ചാ പോരെ. നിവിൻ ചേട്ടൻ പിന്നെ നിയമപരമായിട്ട് പോയി. ഒരാളെ തല്ലാനോ പിടിക്കാനോ കാര്യമുണ്ടോ? നമുക്ക് നിയമപരമായിട്ടല്ലേ പോകാൻ പറ്റൂ. ഞാനിപ്പോ കായികപരമായി പോവുകയാണെങ്കിൽ അതിന്റെ പേരിൽ പിന്നെ അവര് വേറെ കേസ് എടുക്കൂല്ലേ? പിന്നെ നോക്കാം. കൈ ഷൂട്ടിനിടയിൽ ലുക്മാൻ അവൻ എവിടെന്നെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവൻ ചവിട്ടിയപ്പോൾ ഞാൻ തെറിച്ചു പോയി, കൈ കുത്തി വീണപ്പോൾ ഇവിടുത്തെ റിസ്റ്റ് പൊട്ടി. CT സ്കാൻ എടുത്തപ്പോൾ ഒരു സർജറി വേണമെന്ന് പറഞ്ഞു ഇവിടെ ഇങ്ങനെ പ്ലേറ്റ് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 4-5 ദിവസം കഴിഞ്ഞു. ധ്യാൻ ചേട്ടാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണെന്ന് അറിയാമോ? എനിക്കത് അറിയണ്ട. അതിന്റെ ഇഷ്ടങ്ങൾ എനിക്ക് ഇതിന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് ഞാൻ അറിയണം. എനിക്കറിയാം. ഞങ്ങളുടെ എല്ലാവരുടെ ക്രഷാണ്. ചേട്ടയാ ഞങ്ങളുടെ എല്ലാവരും നിന്റെ കാര്യം ആണോ? എന്നിട്ടാണോ ഒരു മാന്യതയില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഒരേ മുഖം എന്നുള്ളൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്യാരക്ടർ അടിപൊളി ക്യാരക്ടറായിരുന്നു. അത്രയും ശക്തമായ ഒരു ക്യാരക്ടർ നീ എഴുതി കൊണ്ടെത്താ ഞാൻ ചെയ്യാം. ശക്തമായിട്ടുള്ള ക്യാരക്ടർ ഞാൻ കൊണ്ട് തരണ്ട. ഇതൊക്കെ കഴിഞ്ഞ ഫിലിമി ബീച്ച് നീ മാത്രമേ ഉള്ളൂ. വേറെ ഒരാൾക്കൊരു ചോദ്യം ചോദിക്കാൻ. ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇല്ലല്ലേ? ഇതിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പ്രത്യാരോപണങ്ങളും ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട് സിനിമാ മേഖലയായിട്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ സിനിമാ മേഖല അത് എത്രത്തോളമാണ് ബാധിക്കുന്നത്? ഇപ്പം പുതിയ പ്രോജക്ട്സ് ഒക്കെ നിങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രതിസന്ധി എങ്ങനെയാണ് നേരിടുന്നത്? അല്ലല്ല, അങ്ങനെ ഇപ്പം ഞാൻ പറയട്ടെ, ഇത് ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാവുന്ന തന്നെ പഴയ സംഭവം, ആക്രമിക്കപ്പെട്ട സംഭവമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് വളരെ ഇത് കുറച്ച് വൈകിപ്പോയില്ലേ? സത്യം പറഞ്ഞാൽ എത്രയോ വർഷം കഴിഞ്ഞിട്ടല്ലേ ഈ കമ്മിറ്റി ഇത് റിപ്പോർട്ട് വരുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓണത്തിന് സിനിമ ഇറങ്ങുന്ന അങ്ങനെ വലിയ പ്രതിസന്ധിയൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഒന്ന് പ്രത്യേകിച്ച് പ്രതിസന്ധി ഉണ്ടായത് കാരണം സിദ്ദിഖിനെതിരെ ആരോപണം വരുന്നു, ബാബുവേട്ടനെതിരെ ആരോപണം വരുന്നു. ഇപ്പോൾ അമ്മ സംഘടനയുടെ ഡിസോൾവ് ചെയ്യുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ ഇൻഡസ്ട്രിക്ക് അപ്പുറം ആ സംഘടനയ്ക്കൊക്കെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് വരുന്ന സിനിമകളും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഷൂട്ടിനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതിസന്ധിയൊന്നും ഇല്ല. പക്ഷെ മൊത്തത്തിൽ ഇതൊരു ചർച്ചയാവുകയും ആൾക്കാരുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും ഇതൊരു വലിയ ചർച്ചാ വിഷയമാവുകയും ഒരു എന്താ പറയണ്ടത്, ഒരു ചീത്തപ്പേരുണ്ടായിട്ടുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാൽ. അപ്പം സ്വാഭാവികമായിട്ടും ആ സംഘടന അടക്കം ഡിസോൾവ് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ സംഘടനയല്ല ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെ എല്ലാവരും അങ്ങനെ ഒരു മോശം അവസ്ഥ വന്നല്ലോ. അപ്പോൾ അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഇതൊരു ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ സിനിമ എന്ന് പറയുമ്പോൾ
എന്തൊരു ഭയങ്കര ഒരു മോശം, ഇത് എല്ലാവരെയാണ് ബാധിക്കുന്നത്. നമ്മളുൾപ്പെടെയുള്ള ഫ്രറ്റേണിറ്റിയിൽ എല്ലാവരെയും ബാധിക്കുകയാണ്. കുറച്ച് പേര് കാരണം ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് പേര് കാരണം ഉണ്ടായിട്ടുള്ള ഒരു ഇത് പല അലിഗേഷൻസ് നമ്മുടെ എൻ്റെ ഇൻഡസ്ട്രി. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഞാൻ പിന്നീട് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാർ നമ്മളോട് അടക്കം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇതുമില്ലാത്ത ആൾക്കാരെടുത്ത് അടക്കം ആൾക്കാരുടെ അപ്രോച്ച് ആറ്റിറ്റ്യൂഡും ഭയങ്കര മോശമാണ്. ഇപ്പോൾ പുറത്ത് ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ആൾക്കാർ നമ്മളെ കാണുന്ന വേറെന്തോ രീതിയിലാണ്. അപ്പോൾ അതൊക്കെ ആ രീതിയിൽ ഒരു മങ്ങലേറ്റിട്ടുണ്ട് മൊത്തം സിനിമ ഇൻഡസ്ട്രിക്ക്. അല്ലാതെ വരുന്ന സിനിമകൾക്കോ അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന സിനിമകൾക്കോ അല്ലെങ്കിൽ ആൾക്കാർ അതിൻ്റെ പേരിൽ ആ സമയത്ത് ഈ റിപ്പോർട്ട് പ്രശ്നം നടക്കുന്നതിനിടയിൽ ഇവിടെ 2 സിനിമകൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടി. ഒന്ന് വാഴയും തിയേറ്ററിൽ അപ്പോഴും അതൊന്നും കളക്ഷനൊന്നും ബാധിച്ചിട്ടില്ല. വാഴ അപ്പോഴും വലിയ ജനത്തിരക്കോടുകൂടി തന്നെ ആഴ ഓടി, നുണക്കുഴി ഓടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല സിനിമ ആൾക്കാർ തിയേറ്ററിലോട്ട് വരുന്നതോ അല്ലെങ്കിൽ പ്രേക്ഷകർ സിനിമയിൽ കാണാൻ വരുന്നതോ തമ്മിൽ നിന്നും ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ മൊത്തത്തിൽ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് ഈ സംഭവം. അത് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് വരികയും, ഇപ്പോൾ കോടതി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ, വരികയും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പുകമറ മാറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമ്പോഴേക്കെല്ലാം വരുന്നുള്ളതാണ് ഒരു വിശ്വാസം. അത് കുറച്ചു കാലം എന്താണെങ്കിലും ഒരു ഇതിൻ്റെ പുറകിൽ എല്ലാവരും ഉണ്ടല്ലോ. ഇതിൻ്റെ പുറകിൽ അന്വേഷണമായിട്ട് മീഡിയ പ്രത്യേകിച്ച് അതിൻ്റെ പുറകെയാണല്ലോ അന്വേഷിക്കാൻ. അപ്പോൾ പറഞ്ഞോ. കഴിഞ്ഞ ഒരു ദിവസം ഗോകുൽ സുരേഷ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളും കാസ്റ്റിംഗ് കൗച്ചിന്റെ ഇരയായിട്ടുണ്ടെന്ന്. ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിന്റെ മകന് പോലും ഇങ്ങനെ ഒരു സംഭവം ഫിലിം ഫീൽഡിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു ഷോക്കായിരുന്നു. അതിനെങ്ങനെ എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? സാധാരണ ആളുകൾക്കാണെങ്കിൽ പിന്നെയും നമുക്ക് പറയും, എന്ന് വെച്ചാൽ അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അവർക്ക് പോയി പറയാൻ. പക്ഷെ ഒരു സുരേഷ് ഗോപിയുടെ മകൻ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞപ്പോഴത്തേനും അത് ഇപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാസ്റ്റിംഗ് കൗച്ചായിരിക്കട്ടെ, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മളിതിന് കാരണം ഈ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ ആൾക്കാരായിക്കോട്ടെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ നമുക്ക് പരിചയമുള്ള നമുക്ക് സുഹൃത്തുക്കൾക്കുൾപ്പെടെ പലർക്കും അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് മോശമായിട്ടുള്ള. എനിക്കറിയാവുന്ന എൻ്റെ സ്ത്രീ സുഹൃത്തുക്കളും അവർക്കൊക്കെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. പലരും പക്ഷേ എന്തിൻ്റെ പുറകെ നടക്കണം എന്നൊക്കെ ആലോചിച്ചിട്ടും പേടിച്ചിട്ടും ഒക്കെ പലരും പുറത്ത് പറയില്ല. പക്ഷേ ഇങ്ങനൊരു കമ്മിറ്റി വരുമ്പോഴേക്കും അവർക്കൊരു ധൈര്യമായി ഇതൊക്കെ പുറത്ത് പറയാനും. ഇപ്പോൾ സിനിമ തന്നെ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വർഷം 100, 130, 140 സിനിമകൾ നടക്കുന്നുണ്ട്. അതിലും മെയിൻ സ്ട്രീം സിനിമകളുണ്ട്, നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ബി സി എന്നൊക്കെ പറയുന്ന പോലെ പല ടൈപ്പ് സിനിമകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് കൗച്ച് വളരെ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവം. അതൊന്നും ഇല്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, ഈ ചൂഷണമുണ്ട്, ഞാൻ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലുണ്ട്. പക്ഷേ സിനിമയിൽ ഭയങ്കരമായിട്ടുണ്ടെന്നുള്ളത് സത്യാവസ്ഥയാണ്. അപ്പം നമ്മളിപ്പോൾ പലരുടെയും ദുരവസ്ഥയും അവരനുഭവിച്ചതുമാണ് അവർ ഹേമ കമ്മിറ്റിയിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം വേറൊരാൾക്ക് അനുഭവം ഉണ്ടായില്ല എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അത് അനുഭവിച്ചവരാണല്ലോ പോയി പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ പലരും പറയുന്ന കേട്ടോ, എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് വെച്ചാൽ അവർക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ബാക്കിയുള്ളവർക്കില്ല എന്നുള്ളതാണ്. ഉണ്ടായ ആൾക്കാരാണല്ലോ ഈ കമ്മിറ്റിയിലൊക്കെ പോയിട്ട് അഭിപ്രായപ്പെട്ടിട്ടുള്ളതും അവരൊക്കെയാണല്ലോ അവരുടെ വിഷമം പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ ഇതിനൊരു അന്വേഷണം വരണം, ഇതിൻ്റെ പുറകിലുള്ള ആൾക്കാർ പുറത്തോട്ട് വരണം എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. കാരണം ഇങ്ങനെ കുറച്ച് പേര് കാരണം പല എൻ്റയർ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കാണ് ഒരു മോശം പേരും. സിനിമ എന്ന് പറഞ്ഞ മേഖല തന്നെ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സിനിമ ഫ്രറ്റേണിറ്റി തന്നെ ഇങ്ങനെയാണെന്നുള്ള മൊത്തത്തിലൊരു ചീത്തപ്പേര് വരും. പിന്നെ ഇതിനകത്തുള്ളൊരു സംഭവം, ഞാൻ ഭാഗമായിട്ടുള്ളൊരു സിനിമയുടെ കാസ്റ്റിംഗ് കൗച്ച് എനിക്കുണ്ടായിട്ടുള്ള അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസ്റ്റിംഗ് കൗച്ചിൻ്റെ പേരിൽ ഒരു സിനിമയ്ക്ക് ഞാനും അജു ഒക്കെ ഉള്ളൊരു സിനിമയുടെ കാസ്റ്റിംഗ് കൗച്ച് ഇട്ടു. കാസ്റ്റിംഗ് കൗച്ച് ഇട്ടതിന് ശേഷം അതിൻ്റെ താഴെ ഒരു നമ്പർ കൊടുത്തിരുന്നു അവർ. അതിൻ്റെ പ്രൊഡക്ഷൻ്റെ അത് കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ് പ്രൊഡക്ഷൻ്റെ ഏതൊരാളുടെ നമ്പറാണ് കൊടുത്തിരുന്നത്. പിന്നെ ആ നമ്പറിലോട്ട് കുട്ടികൾ മെസ്സേജ് അയക്കുകയും മെയിലിലോട്ട് ഫോട്ടോ അയക്കുകയൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഇവർ സംസാരിച്ച് തുടങ്ങി. പിന്നെ ഈ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഈ കുട്ടികളെടുത്ത് 1-2 പേരെടുത്ത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വോയിസ് നോട്ടുകൾ ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. നമ്മളൊക്കെ ഒരു ഗ്രൂപ്പാണ്, ഞാനും ഈ പറയുന്ന പുള്ളിയൊക്കെ ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ നമുക്കൊക്കെ കൂടെ വേണ്ടി, അവരൊക്കെ നമ്മുടെ കൂടെ ആൾക്കാരാണ്, അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി ഇത് ചെയ്യേണ്ടി വരും. നമുക്കിതുമായിട്ട് യാതൊരു ബന്ധമോ ഒരു ഇതുമില്ല. അങ്ങനെ ഇതൊരു കംപ്ലയിൻ്റ് ആവുകയും അന്ന് എനിക്ക് തോന്നുന്നു ബി ഉണ്ണികൃഷ്ണൻ, ഉണ്ണിയേട്ടൻ അജുവിനെ വിളിച്ച് പറയുകയും ബി രാകേഷ് ഏട്ടനെ വിളിച്ച് പറയുകയും അങ്ങനെ ഇത് വിളിച്ചിട്ട് നമ്മളുൾപ്പെടെ എന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാണ്ട് നമ്മളെ പേര് വലിച്ചിടുക. കാരണം നമ്മൾ ഈ പടത്തിൽ അഭിനയിക്കുന്നത് കൊണ്ട് ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതും ഒരു പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും, കോംപ്രമൈസ് വേണ്ടി വരും എന്നുള്ളതാണ്. അത് നമ്മൾ അപ്പം തന്നെ അവരെ വിളിച്ച് പറയുകയും ആ പടമേ നമ്മളന്ന് ഈ ഒറ്റ കാരണത്തിൻ്റെ പുറത്ത് നമ്മൾ ആ പടമേ വേണ്ടെന്ന് വെച്ചു. കാരണം സിനിമയിൽ വരുന്ന കുറേ പേർക്ക് അങ്ങനെ ഉദ്ദേശം പല പല ഉദ്ദേശങ്ങളാണ് പലർക്കും. അപ്പം ഇങ്ങനെയുള്ളൊരു ഉദ്ദേശം കൊണ്ട് വരുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെ അടുപ്പിക്കാതിരിക്കുക. നേരത്തെ മോള് പറഞ്ഞ പോലെ ഇതെന്ന് വെച്ചാൽ നിനക്കതിപ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റി, ഓക്കെ, നീ ചിലപ്പോൾ തല്ലിയിട്ട് വരും. അങ്ങനെയല്ലല്ലോ, ബാക്കി എല്ലാവർക്കും അതേപോലെ റിയാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ആ അവസ്ഥയിൽ ചിലപ്പോൾ പെട്ടെന്ന് പകച്ചു പോവും, പേടിച്ചു പോവും. ഇതിനെതിരെ പ്രതികരിച്ചാൽ അവർ ഈ കേസ് പലരുടെയും പേടിയെന്താ, ഈ കേസിനെതിരെ പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം ഇതിൻ്റെ പുറകെ പോകേണ്ടി വരും, ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് ഇവർക്കറിയില്ല. അപ്പോൾ പേടിച്ചിട്ടാണ് ഇവരൊന്നും പലപ്പോഴും പറയാത്തത്. പക്ഷേ ഇങ്ങനൊരു കമ്മിറ്റി വന്നതുകൊണ്ട് എന്തുകൊണ്ട് നന്നായി. ഇത്രയും കാലം എടുത്തെങ്കിൽ പോലും എന്തായാലും ആ പുകമറ മാറി റിപ്പോർട്ട് പുറത്തു വരട്ടെ. ബാക്കിയുള്ള ആൾക്കാർ എന്തൊക്കെയാണെങ്കിലും ആർക്കൊക്കെ ദുരനുഭവം ഉണ്ടായിട്ടുള്ള അവർക്കൊക്കെ നീതി ലഭിക്കട്ടെ. അത്രയുള്ള ആഗ്രഹിക്കുന്നു, വേറെ ജീവിതത്തിന്റെ ഒരുപാട് ഭാഗം ചിലവഴിച്ച് ട്രിവാൻഡ്രത്ത് എന്നൊരു താരമായിട്ട് ആദ്യത്തെ ഉദ്ഘാടനമൊക്കെ വരുമ്പോൾ എന്ത് തോന്നുന്നു? ഭയങ്കര ചോദ്യം കേട്ടോ. എന്താ തോന്നണ്ടേ? അഭിമാനം, വേറെന്താ? രോമാഞ്ചം. കൈയും ഒടിഞ്ഞ് രോമാഞ്ചം വരാനാണെങ്കിൽ കൈ ഒടിഞ്ഞിരിക്കുക. അല്ലടാ, അതാ പറഞ്ഞേ, അതൊക്കെ ഞാൻ പറഞ്ഞല്ലേ, നാളെ നീയും ഇതുപോലെ ഒരു ലെവലിലെത്തും.